അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ ശേഷം വരികയും സയ്യിദും തങ്ങളുമായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവർ wudu എടുക്കുമ്പോഴാണ് wuduഇന്റെ വെള്ളം തിരിച്ചു കൊടുക്കുന്ന ഒരു അടിമ ആ ജഗ്ഗൊന്നാകെ മേലെന്ന് മുകളിൽ നിന്ന് മുഖത്തേക്ക് തട്ടി വീണു. അങ്ങനെ ജഗ്ഗും പൊട്ടി വെള്ളവും പോയി, മുഖത്ത് വലിയ മുറിവായി. അടിമയാണ്. അടിമകളും ഉടമകളും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ നമുക്കറിയാമെന്ന്. ബഹുമാനപ്പെട്ടവരിങ്ങനെ ഒതുടുക്കണ ആ ഒരു വിഷമത്തിലാണ്. ചോര അങ്ങ് ഒലിച്ചു വരുന്നു, ജഗ് പൊട്ടി, വെള്ളവും പോയി. അടിമ പേടിച്ച് കുറച്ചു നിൽക്കാണ്. ഉടനെ ഖുർആൻ ഓതി, ദേശം കടിച്ചിറക്കുന്ന ആളുകൾ. ശുദ്ധ ഖുർആൻ പറയാം, ജയലാദ്യങ്ങൾ എന്റെ ദേശം ഞാൻ കടിച്ചിറക്കി. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകൾ, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവര്, വെല്ലുവിളിക്കുന്നവരോ പിന്നാലെ നടന്ന് ഒരു മനുഷ്യന് ബുദ്ധിമുട്ടാക്കുന്ന ആളുകളോ അല്ല മാപ്പ് കൊടുക്കുന്നവർ. മാപ്പ് ചെയ്തു, പ്രതികാരമില്ല, മാപ്പ് കൊടുത്തു. അഫൗതു അൻക, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണല്ലോ എന്ന് ആയത്ത് മുഴുവൻ അങ്ങ് ഓതി കൊടുത്തപ്പോ അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, പൊയ്ക്കോളൂ. ഇനി എന്താ വേണ്ടത്? ഗൾഫിലൊക്കെ ചെന്ന് സൗദി ചെന്ന് ഇഖാമ കിട്ടണം വരുന്നല്ല, അതിലും വലിയ സന്തോഷമായിരിക്കും അത്. എങ്ങനെ? അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹ്, പൊയ്ക്കോ, നിന്നെ ഞാൻ വിട്ടു, നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ. മാഷാ അല്ലാഹ്. എന്തെന്നറിയോ? ആയത്തങ്ങട് ഓതി കൊടുത്തതാ. മതി 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 മതി, അല്ലാഹ് അങ്ങനെ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ മാപ്പ് തന്നു. എന്റെ ദേശം ഞാൻ കടിച്ചിറക്കി, നിനക്ക് മാപ്പും തന്നു, നന്മ ചെയ്ത് നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കിതാബ് അങ്ങനെ പറയണത്, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഇതിനപ്പുറത്തേക്കില്ല. യാ അല്ലാഹ് യാ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹബീബിന് വേണ്ടി ജീവിക്കുകയും വിശുദ്ധ ഖുർആൻ ഞങ്ങളോടാണോ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്ന ആളുകൾ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനയിൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങുന്നു. മദ്യനിരോധനം നടക്കുന്നു. തശ്രീഇന്റെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് നിസ്കാരവും നോമ്പൊക്കെ ഫർളാക്കിയതിന്റെ ഒരുപാട് ശേഷമാണ് മദ്യനിരോധനം നടക്കുന്നത്. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാ, കള്ള് ഹറാമാണെന്ന ആയത്തിറങ്ങിയപ്പോ ആ ആയത്തെ ഹബീബിന് ഇറങ്ങിയിരിക്കുന്നു എന്ന് ഞാനെന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ടുള്ളൂ മദീനയുടെ അങ്ങാടികളിലൂടെ. നബിതങ്ങൾക്ക് ആയത്തിറങ്ങിയിരിക്കുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യം ഉപേക്ഷിച്ചാലല്ലാതെ നിങ്ങൾക്ക് വിജയമില്ല എന്ന് അല്ലാഹു പറയുകയേ വേണ്ടൂ. എല്ലാ കച്ചവടക്കാരും, അന്നത്തെ ബാറുടമകൾ, കള്ളുഷാപ്പിന്റെ ആളുകൾ, സ്വദേശ വിദേശ മദ്യത്തിന്റെ മുഴുവൻ ആളുകളും അഹ്റാഖൂ, എല്ലാവരും അവരുടെ ഭരണികൾ മുഴുവനും ചിന്തുകയായി. ലക്ഷക്കണക്കിന് ദിർഹമിന്റെ വിലയുള്ള കള്ളുകളാണ് അന്ന് മദീനയിൽ ഒഴുകിയത്. എന്റെ അല്ലാഹുവിന്റെ കിതാബിൽ അത് ഇറങ്ങിയെന്ന് ഒരു സ്വഹാബി പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തില്ല. ഞങ്ങൾക്ക് വഹി ഇറങ്ങി, കേട്ട വിവരം അനസ് റളിയല്ലാഹു അൻഹു മദീനയിലെ കച്ചവടക്കാർക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നാ പിന്നെ ഞങ്ങൾക്കത് വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അതൊക്കെ കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മളെ കുട്ടികൾ ഇപ്പോഴും വെള്ളം കുടിച്ച് നടക്കുന്നത്? എത്ര കാലം കഴിഞ്ഞപ്പോ? കല്യാണത്തിനും അല്ലാത്തതിനും ഒക്കെ ഓരോ പേര് പറഞ്ഞ് ന്യൂ ഇയർ ആകുമ്പോ ആ പേരിൽ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ റെക്കോർഡ് ചാലക്കുടി കഴിഞ്ഞാൽ പിന്നെ വലിയ റെക്കോർഡൊക്കെ നമ്മൾ കിട്ടിയില്ലേ, വലിയ വലിയ അവാർഡ് കിട്ടിയില്ലേ നമുക്ക്, കള്ളിൽ രണ്ടാമതെന്നൊക്കെ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ പിന്നെ എങ്ങനെ നടക്കണത്? എന്തൊരു വിഷമാണ് റബ്ബേ. അള്ളാഹു കുടിക്കണ്ടെന്ന് പറഞ്ഞ് എത്ര കുറച്ചുള്ളൂ. കുടിച്ചോളി എന്ന് പറഞ്ഞതാ ഒരുപാട്. ഹലാലായ പാനീയങ്ങൾ എത്രയാണ്. കുടിക്കണ്ടെന്ന് പറഞ്ഞ കുറച്ചല്ലേ ഉള്ളൂ, അത് മാത്രം മതി എന്ന് പറഞ്ഞ് കുടിക്കുകയാണ്. എത്ര വലിയ ദുൽമാണ് നമ്മളാ ചെയ്യുന്നതൊക്കെ. ആകാശത്ത് നിന്ന് ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഉണ്ട് കള്ളും വാങ്ങി കുടിച്ച മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോളുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുടിക്കുക. എയർപോർട്ടിൽ നിന്നൊക്കെ നല്ല ചൊറുക്കുള്ള കുപ്പിയൊക്കെ ചെറുപ്പക്കാരുണ്ട്. എനിക്കറിഞ്ഞില്ല, മലയാളിയാണോന്നും അറിഞ്ഞില്ല. ഒരു ഗൾഫിൽ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല തൊപ്പിട്ടിട്ടുണ്ട്, കള്ളും കുപ്പി പിടിച്ചിട്ട് എന്നെ കൊട്ടയെ പിടിച്ച് ഇങ്ങനെ ബില്ല് ചെയ്യാൻ പോകുന്നു ഡ്യൂട്ടി ഫ്രീ കേസ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചിന്തിച്ചു പോയി റബ്ബേ. എനിക്ക് തോന്നിയ മലയാളികളൊന്നും അങ്ങനത്തെ അബദ്ധം ചെയ്യും തോന്നുന്നില്ല. കള്ളും കുപ്പിയും പിടിച്ചിട്ട് തൊപ്പിട്ട് നടക്കൂലല്ലോ. അപ്പൊ അത്രയും നമ്മൾ എന്തേ വിഷയങ്ങളൊന്നും ലാഘവത്തോടുകൂടെ കാണുന്നുണ്ടോ എന്നാണ്.
അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ആ ഒരു ആയത്ത് ഓതിയിട്ടേ ഉള്ളൂ. അല്ലാഹ് പറഞ്ഞോ മതി മതി മതി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തിട്ടേ ഓതി കൊടുത്തിട്ടേ ഉള്ളൂ. അല്ലാഹുവിന്റെ നിയമം നടപ്പാക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു അഫ്ളല മിൻ നിസാഇൽ അൻസാർ വഇന്ന ലിനിസാഇ ഖുറൈശിൻ ഫളലാ. ഖുറൈശികളായ പെണ്ണുങ്ങൾക്ക് സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്, ശരി തന്നെയാണ്. എന്നാൽ മദീനക്കാരികളായ പെണ്ണുങ്ങളോളം മഹത്വമുള്ള പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ നിയമം വരുമ്പോൾ യാ നിസാഅൻ നബി, നബിയുടെ ഭാര്യമാരെ എന്ന് വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് മുഅ്മിനാത്തുകളെ, സത്യവിശ്വാസിനികളെ എന്ന് അല്ലാഹു വിളിക്കുകയും യുദ്നീന മിൻ ജലാബീബിഹിന്ന, സത്യവിശ്വാസിനികളായ ആളുകൾ മുഖമക്കനയോടുകൂടെ നെഞ്ചു മറക്കുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ആയത്തിറങ്ങിയപ്പോ ഹുന്ന ഇലാ മിറത്തിഹിന്ന, ആ പെണ്ണുങ്ങളെല്ലാം വസ്ത്രങ്ങൾ വെക്കുന്ന റൂമിലേക്ക് ചെല്ലുകയും അവരുടെ പുതപ്പുകൾ കീറി മസ്തയായി മുഖമക്കനയായി അവർ തലമറക്കുന്ന മുഖം മറക്കുന്ന വസ്ത്രമെടുത്ത് നെഞ്ചിലേക്ക് താഴെ വരുന്നവരെ മറയുന്ന വസ്ത്രമാണ്. തലമറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചും മറയണമെന്ന് ആയത്തിറങ്ങിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അൻസാരി പെണ്ണുങ്ങൾ പിന്നെ കാത്തു നിന്നിട്ടില്ല, ടെക്സ്റ്റൈൽസിന് ആ മോഡൽ വരട്ടെ, സാധനം എത്തിയിട്ടില്ലല്ലോ. അല്ല, കിട്ടിയ വസ്ത്രമെടുത്തിട്ട് അവരത് അണിയുകയാണ്. പുരുഷന്മാര് ചെന്ന് ആയത്തോട് കൊടുത്തിട്ടേ ഉള്ളൂ. അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയോ, എന്നാൽ ഞങ്ങളത് സ്വീകരിച്ചു എന്ന് പറയുന്ന സ്വഭാവം. അങ്ങനെ തച്ചടക്കമുള്ള പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ, അല്ലാഹുവൊക്കെ നമുക്ക് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.